ഇപ്പോഴത്തെ യൂത്തിന് അറിയില്ല ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ബാങ്ക് ജോലി കിട്ടിയാൽ എത്രത്തോളം സാലറി കിട്ടാം, എന്തൊക്കെ അലവൻസുകൾ കിട്ടാം എന്നൊരു ഇപ്പോഴത്തെ യൂത്ത് കറന്റ്ലി ചിന്തിക്കുന്നില്ല. അവർ ചിന്തിക്കുന്നത് സഡനായിട്ടൊരു ഇൻകം വേണം, ആ ഇൻകം എത്രത്തോളം സ്റ്റേബിൾ ആണ് എന്നൊരു കാര്യത്തിനെ കുറിച്ച് അവരെന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻകം കിട്ടുന്നു, വർക്ക് ചെയ്ത് പോകുന്നു, അവരുടെ എഫിഷ്യൻസി അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നു. ഓരോ വർഷം കഴിയും തോറും അവരുടെ ഏജ് എന്ന് പറയുന്ന ഫാക്ടർ അവിടെ കൂടുകയാണ്. ആ ഏജ് ഫാക്ടർ കൂടുന്നതനുസരിച്ച് അവരുടെ ജീവിത ചെലവുകളും സാഹചര്യങ്ങളും എന്ത് ചെയ്യാണ്, മാറുകയാണ്. അതിനനുസരിച്ചുള്ള ഒരു ഇൻകത്തിലൊരു ഗ്രോത്ത് വരുമോ എന്ന് ചോദിച്ചാൽ ആ ഗ്രോത്ത് വരുന്നു. ഇപ്പോൾ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ഒരു സെൻട്രൽ സർവീസിൽ കിട്ടുന്ന ഒരാൾക്ക് ഒരു വർഷത്തിൽ ഞാൻ പറഞ്ഞാൽ ഒരു 3 തവണ സാലറി ഹൈക്ക് വരും. 3 തവണ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 3% ഹൈക്ക് വരും. എല്ലാ വർഷങ്ങളിലും 2 തവണ ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിലെ ഇൻഫ്ലേഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് സാധനങ്ങളുടെ വില കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്, അവർക്ക് ജീവിത ചെലവുകൾ കൂടുമ്പോൾ അതിനനുസരിച്ച് ആ DA കൂടാറുണ്ട്. അപ്പോൾ അപ്രോക്സ് പറഞ്ഞാൽ ഒരു 10 to 12% എന്ത് ചെയ്യാറുണ്ട്, സാലറി ഹൈക്ക് ഒരു വർഷങ്ങളിൽ ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു സെൻട്രൽ സർവീസിൽ ജോലി കിട്ടിയാൽ അവർക്ക് കിട്ടും. ഓരോ 3 വർഷം കഴിയുമ്പോൾ അവർക്കൊരു പ്രൊമോഷൻ സ്ട്രാറ്റജി വരുന്നുണ്ട്. ആ പ്രൊമോഷൻ വരുമ്പോൾ വീണ്ടും സാലറി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ആവുന്നുണ്ട്. അവർക്ക് അതുവഴി കിട്ടുന്ന അലവൻസുകൾ, ഒരുപാട് അലവൻസുകളുണ്ട്. ഒരു ബാങ്കിൽ ഒരു ഓഫീസർ കിട്ടിയാൽ ഒരു 75,000 രൂപ സ്റ്റാർട്ടിംഗ് സാലറി കിട്ടും. ഒരു മാസം 100 ലിറ്റർ പെട്രോളിനുള്ള എക്സ്പെൻസ്, ട്രാവൽ എക്സ്പെൻസ് ആയിട്ട് കിട്ടും. ഹൗസ് റെന്റ് അലവൻസുകൾ കിട്ടും. അതുപോലെ തന്നെ ഇയർലി LTC ഫാമിലി ആയിട്ട് 10 ദിവസത്തെ ഒരു ട്രിപ്പ് പോവുക, അതിനുള്ള എക്സ്പെൻസുകൾ ഗവൺമെന്റ് തരുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ക്ലെയിംസ് ഫെസിലിറ്റീസ് തരുന്നുണ്ട്. അപ്പോൾ ഈ ഫെസിലിറ്റീസ് എല്ലാം കിട്ടുമ്പോൾ എന്തുകൊണ്ടൊരു ഗവൺമെന്റ് ജോലി എന്നൊരു കൺസെപ്റ്റ് ചിന്തിക്കുന്നില്ല. കാര്യം ഒരു ബാങ്കിന്റെ ഒരു ഓഫീസർ ലെവൽ അല്ലെങ്കിൽ സെൻട്രൽ സർവീസിന്റെ ഒരു ഓഫീസർ ലെവലിൽ 18 തൊട്ട് 22 ലക്ഷം രൂപ വരെ അലവൻസുകളും സാലറി ആയിട്ട് ഒരു വർഷങ്ങളിൽ എന്ത് ചെയ്യാം, കിട്ടാം. ആ ഒരു കൺസെപ്റ്റിലായിരിക്കണം ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി എന്നൊരു കൺസെപ്റ്റിൽ ഇപ്പോഴത്തെ യൂത്ത് അപ്രോച്ച് ചെയ്യാൻ.